അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു മൂസയോട് ഖാല അൽഖിഹ യാ മൂസ. ഖാല അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു അൽഖിഹ, ആ അസ വടിയെ ഇട്ടേക്കു, യാ മൂസ, മൂസ അതിനെ ഇർമി, അതിനെ എറിയാൻ വേണ്ടിയിട്ട് മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിനോട് അള്ളാഹു പറഞ്ഞു അൽഖിഹ യാ മൂസ. ഫഅൽഖാഹ ഫഇദാ ഹിയ ഹയ്യത്തുൻ തസ്ആ. ഫഅൽഖാഹ, അള്ളാഹു കൽപ്പിച്ച ഉടനെ തന്നെ ഫഅൽഖാഹ, മൂസ അലൈഹി സ്വലാത്തു വസ്സലാം ആ വടിയെ എറിഞ്ഞു, റമാഹ അതിനെ എറിഞ്ഞു. ഫഇദാ ഹിയ ഹയ്യത്തുൻ തസ്ആ, അതിനെ എറിഞ്ഞു. ആ എറിഞ്ഞപ്പോൾ ഇതാ, ഉടനടി, ഇതാ എന്ന് പറഞ്ഞാൽ ഇവിടെ ഇതാൽ ഫുജായിയ എന്ന് പറയും. ഉടനടി, അതാണ് ഫഇദാ, ഉടൻ, അത് ഹിയ, അത് ഹയ്യത്തുൻ തസ്ആ എന്നാണ്. എന്താ ഹയ്യത്തുൻ, ഹയ്യത്ത് എന്ന് പറഞ്ഞാൽ ഹയ്യത്ത് എന്ന് പറഞ്ഞാൽ പാമ്പിനാണ് പറയാം. ഹയ്യത്തുൻ, അത് പാമ്പായി പരിണമിക്കുന്നു. ഉടനടി അത് പാമ്പായി പരിണമിക്കുന്നു. ഈ അസ അത് പാമ്പായിട്ട് പരിണമിക്കുന്നു. ചിലയിടത്ത് സുഅബാനുൻ മുബീൻ എന്നാണ് പറഞ്ഞത്. സുഅബാനുൻ മുബീൻ, സുഅബാൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിക്ക് വലിയ വിഷസർപ്പത്തിനാണ് പറയുക. വൈദാ തറ സുഅബാന യൻഫുസു സുമ്മഹു ഫസ്അൽഹു യാ സുഅബാനു മൻ, വൈദാ തറ സുഅബാന യൻഫുസു സുമ്മഹു ഫസ്അൽഹു യാ സുഅബാനു. കവിതയിൽ കാണാം, സുഅബാനെ നീ യൻഫുസു സുമ്മഹു, അതിൻ്റെ വിഷം ചീറ്റുന്നത് കണ്ടാൽ എന്ന് പറയല്ലേ. സുഅബാൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിഷം ചീറ്റുന്ന വലിയ പാമ്പിനാണ് പറയുക. അള്ളാഹു സുബ്ഹാനഹു വ തആല ഹയ്യത്തുൻ എന്ന് പറഞ്ഞു, അതേപോലെ തന്നെ സുഅബാനുൻ മുബീൻ എന്ന് പറഞ്ഞു. പിന്നീട് പറഞ്ഞത് തഹ്തസു കഅന്നഹ ജാന്നുൻ എന്നാണ്. തഹ്തസ്, അത് ചലിക്കുന്നു, ഇളകുന്നു. കഅന്നഹ ജാന്നുൻ, ഒരു ജാന്നിനെ പോലെ എന്നാണ്. ജാൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചെറിയ പാമ്പിനാണ് പറയുന്നത്. എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വടിയിട്ടപ്പാൻ വടിയുണ്ടല്ലോ, അത് പിന്നെ ചെറിയതായി, പിന്നെ അത് വലുതായി, പിന്നെ അത് പിടക്കുന്ന വിഷം ചീറ്റുന്ന രീതിയിലുള്ള അങ്ങനത്തെ വലിയ സർപ്പമായി പരിഗണിച്ചു എന്നുള്ളതാണ് അതിൽ പണ്ഡിതന്മാർ പറയുന്നത്. അതുകൊണ്ട് തന്നെ ആ പാമ്പിൻ്റെ പല അവസ്ഥകളും അല്ലാഹു സുബ്ഹാനഹു വ തആല എന്ത് ചെയ്തു, പലയിടത്ത് ഇങ്ങനെ പറയുകയുണ്ടായി. ഫഇദാ ഹിയ ഹയ്യത്തുൻ, ഹയ്യത്തുൻ തസ്ആ എന്നാണ്. എന്താ ഹയ്യത്തുൻ തസ്ആ? വടി പാമ്പായി മാറിയതാണ്. ആ പാമ്പായി മാറിയത് അത് പൂർണാർത്ഥത്തിൽ പാമ്പാണ് എന്നുള്ളത് തെളിയിക്കാനാണ് എന്ത് തസ്ആ എന്ന് പറയുന്നത്. തസ്ആ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിക്ക് അത് ചലിക്കുന്നു എന്നാണ്. ചലിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സാധാരണ ചലനമല്ല, പിന്നെയോ നല്ല ചലനം ആയതുകൊണ്ടാണ് അതിനെന്ത് തസ്ആ എന്ന് പറഞ്ഞത്. നമ്മൾ പിന്നെ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ചരിത്രം സൂറത്തുൽ ബഖറയിൽ വായിക്കുമ്പോൾ പിന്നെ കൈഫ തുഹീൽ മൗത, എങ്ങനെയാണ് അള്ളാഹുവെ നീ ജീവിപ്പിച്ചവരെ മരിച്ചവരെ ജീവിപ്പിക്കുന്നു ചോദിക്കുന്നത്. കൈഫ തുഹീൽ മൗത, അപ്പോൾ പറയുന്നുണ്ടല്ലോ, എന്താ പറഞ്ഞത് അല്ലാഹു സുബ്ഹാനഹു വ തആല? ഫഖുദ് അർബഅത മിന ത്വയ്രി ഫസുർഹുന്ന ഇലൈക്, അല്ലേ? സുമ്മ ജഅൽ അലാ കുല്ലി ജബലിൻ മിൻഹുന്ന ജുസ്അ സുമ്മ ദുഉഹുന്ന യഅതീനക സഅയ എന്നാണ്. യഅതീനക സഅയ, അതായത് എങ്ങനെയാണ് ജീവിപ്പിക്കുന്നത് കാണുന്നുണ്ടെങ്കിൽ പക്ഷികളെ പിടിക്കാൻ പറഞ്ഞു. പക്ഷികളെ ചിലർ പറഞ്ഞത് കോഴിയും, അതേപോലെ താവൂസ് മയിലും, അതേപോലെ ദീഖ് പൂവൻ കോഴിയും, അതേപോലെ ഹമാമ പ്രാവുമായിരുന്നു, അങ്ങനത്തെ പിടിക്കാൻ പറഞ്ഞു. തഫ്സീറുകൾ വായിക്കണം. എന്തായാലും പറവകളെ പിടിക്കാൻ പറഞ്ഞു. എന്നിട്ട് ഫസുറുഹുന്ന ഇലൈക്, അതിനെ എന്ത് ചെയ്തു, അതിനെ പിടിച്ച് കൊണ്ടുവന്നിട്ട് കഷ്ണിക്കാൻ പറഞ്ഞു. എന്നിട്ട് ഓരോ പർവ്വതങ്ങളിൽ അതിൻ്റെ കഷ്ണം കൊണ്ടുപോയി വെക്കാൻ പറഞ്ഞു. എന്നിട്ട് സുമ്മദുഉഹുന്ന, അതിനെ വിളിക്കാൻ പറഞ്ഞു. യഅതീനക സഅയ എന്നാണ്. യഅതീനക സഅയ എന്തിനാ? പറവകളാണ്. യഅതീനക തൈറ, പറന്നു വരുന്നല്ല പറഞ്ഞത്. പിന്നെയോ യഅതീനക സഅയൻ എന്നാണ്. പറവകൾ പാറിയല്ലേ വരിക, ഇത് പാറിയല്ലേ വരുന്നത്. പിന്നെയോ യഅതീനക സഅയ എന്നാണ്. നടന്ന് വരികയാണ്. അതും നല്ല പിന്നെ ഊക്കിലുള്ള നടന്ന് വരവാണ്. അപ്പോൾ അതെന്തിനാണ്? ഇത് ഒറിജിനൽ പാമ്പായി മാറിയിട്ടുണ്ട് എന്നുള്ളത് അറിയിക്കാൻ, ഒറിജിനൽ പക്ഷിയായിട്ടുണ്ട് എന്നുള്ളത് അറിയിക്കാനാണ് ഈ അവിടെ പറഞ്ഞത് സഅയ എന്ന് പറഞ്ഞാൽ. ഇവിടെയും തസ്ആ എന്ന് പറഞ്ഞത്.